ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്നറിയോ? വഴിയെ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അഗ്രഹാരത്തിൻ്റെ അവിടെ ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അഗ്രഹാരത്തിന് ചുറ്റും ഇങ്ങനെ കോലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ആരും ഇങ്ങനെ നോക്കിയിട്ടേ നടക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ തേര് കാണുന്ന സ്ഥലത്തെത്തിയിട്ട് ഒന്ന് ദർശനമാണ്. അതായത് പാലക്കാട് കൊടുവായൂർ രഥോത്സവമാണ്. അപ്പോൾ ഞങ്ങൾ തേരുപ്പറമ്പിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം അധികം തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാളെ അതായത് 13, 14 തേര്, 13-ാം തീയതി ദർശനമാണ്. അപ്പോൾ രാവിലെ തന്നെ പോയി, അതായത് പരുന്ത് 3 വട്ടം വലം വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹങ്ങളൊക്കെ തേരിൽ കയറ്റുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ നാട്ടിൽ എനിക്ക് നടക്കാൻ ഒരുപാട് സാധിച്ചു. തേരിനെയൊക്കെ വലം വെച്ചിട്ട് വന്നു. മൊത്തം 3 തേരുണ്ട്. ഒന്നിൽ ശിവനും പാർവതിയും, ഒന്നിൽ മുരുകനും, ഒന്നിൽ വിനായകനുമാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ കുളത്തിന് അങ്ങോട്ട് പോയി. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ബഡീസ് ഉണ്ടായിരുന്നു, നമ്മുടെ സുന്ദരി തരണീമണികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം കുളമുണ്ട് കേട്ടോ. അപ്പോൾ 14-ാം തീയതി പുലർച്ചെ 4 മണിക്ക് കുളത്തേരുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചായക്കടയിൽ പോയി ചായ കുടിച്ചു. ഒരു 7:30 ആയി കാണും കേട്ടോ. അപ്പോൾ ചായ കുടിച്ചു, നല്ല ചായ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം ഞാനും ആരെയും പിള്ളേരും നമ്മുടെ തരണീമണികൾ കരിമ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയിലാണ്. അപ്പോൾ എനിക്കും തന്നു കേട്ടോ. അപ്പോൾ രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് തേര് ദിവസം കാണാം കേട്ടോ. ബായ്.